വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ. His vocabulary was so good. അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബഡായി ടോക്കീസ് ബൈ ആര്യ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗ് ചെയ്യാണ്. ഈ വ്ളോഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്ളോഗല്ല. അതായത് ഇതൊരു പ്ലാൻഡ് കണ്ടൻറ്റോ അങ്ങനെ ഒന്നുമല്ല. ഇത് സംതിങ് ഹാപ്പൻഡ്, അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്യുന്ന വ്ളോഗാണ്. കാരണം ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഇന്നലെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഏതൊക്കെയോ യൂട്യൂബ് ചാനലുകാർ അതൊക്കെ എടുത്തിട്ട് വൻ പ്രഹസനം. അവർക്കാണെങ്കിൽ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ശരിക്കും ഉണ്ടായ സംഭവം സത്യകഥ എന്താണെന്ന് ആർക്കും അറിയില്ല താനും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ നിങ്ങൾ വേറെ വല്ലവരുടെ മായുന്നത് കേൾക്കുന്നത്, ഞാൻ തന്നെ പറയാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇറ്റ്സ് അബൌട്ട് എ ഫോൺ കോൾ. നമുക്ക് കിട്ടിയ ഒരു ഫോൺ കോളാണ് സംഭവം. കുറച്ച് പേരെങ്കിലും എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഒരു ഫോൺ കോളിലെ താരം വന്നു. അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, കാഞ്ചീപുരം .in, ഒരു സാരിക്കട. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ സ്റ്റോർ വരുന്നത് കാക്കനാട് അത്താണിയിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്റ്റോറിൽ ഇങ്ങനെ ക്ലോസിങ് ടൈമായി, അറൗണ്ട് ഒരു 7 മണി സമയം. അതെ, ഞാൻ ഇന്നലെ അല്ലല്ല ലൈവിന് മുമ്പെയാണ്, 7 o'clock. ഓക്കെ, ഒരു വൈകുന്നേരം 7 മണിയായപ്പോൾ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോള് വരുന്നു. കമ്പനി ഫോണാണ്, അതായത് ഒഫീഷ്യൽ കമ്പനി ഫോൺ, കാഞ്ചീപുരത്തിൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പറിലൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് ഒരു കോള് വരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്, എൻ്റെ ടീം എല്ലാവരും അവിടെ ഉണ്ട്, ഞങ്ങളുടെ സ്റ്റോറിലുള്ള എല്ലാവരും ഉണ്ട്. ഓക്കെ, വീട്ടിലിരുന്ന് വ്ളോഗ് ചെയ്യുന്നതിൻ്റെയും മൈക്കില്ലാത്തതിൻ്റെയും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ സഹിച്ചേ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോള് വരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കമ്പനിയിൽ കോള് വരുമല്ലോ, അങ്ങനെ ഒരാളെ അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ സൂപ്പർ താരം, എൻ്റെ ഓൾ ഇൻ ഓൾ ആണ് വിജിത. നിങ്ങൾ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും വിജിതേനെ എന്തായാലും അറിയാമായിരിക്കും. വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കാഞ്ചീപുരത്തിൻ്റെ നോർമൽ കോൾസ് എല്ലാം നമ്മൾ ആര് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട്, ആര് ഫ്രീ ആണോ അവർക്ക് ആരുടെ കയ്യിൽ ഫോൺ കിട്ടുന്നു. പക്ഷേ ഈ നറുക്ക് വീഴുന്നത് വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ. ഐ ഹാവ് ടു സേ ദിസ്, ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ദിസ് വേ, ബിക്കോസ് അങ്ങനെയായിരുന്നു അയാളുടെ സംസാരം. ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ. ഹിസ് വൊക്കാബുലറി വാസ് സോ ഗുഡ്. അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ്. അപ്പോൾ ആളിങ്ങനെ ഹലോ, ഇത് ആര്യയുടെ നമ്പറാണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത്. ഹീ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ആൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വിജി പറഞ്ഞു, ഇത് ആര്യയുടെ നമ്പറല്ല, ഇത് കാഞ്ചീപുരത്തിൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്, എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല, ഞാനൊരു പ്രോജക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യയുമായിട്ട്. അപ്പോൾ ആര്യയുടെ കോൺടാക്ട് നമ്പർ ഇല്ല. അപ്പോൾ എന്താ കോൺടാക്ട് നമ്പറാണോ ആദ്യം ചോദിച്ചത്? കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, എന്താണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ കോൾസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാറുണ്ട്. മുമ്പ് സ്ഥിരമായിട്ട് അറോയയിലേക്ക് ഇങ്ങനത്തെ കോൾസ് കുറേ വരാറുണ്ടായിരുന്നു. അതായത് എന്നെ അതിൽ ഇതുപോലെ തക്കിടാസും ഉണ്ട്, തരികിടാസും ഉണ്ട്, എന്നാൽ ജെനുവിൻ സാധനങ്ങളും രണ്ടും വരാറുണ്ട്. ചില ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴിയില്ലാതെ വരുമ്പോൾ ഇനോഗ്രേഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒഫീഷ്യൽ കമ്പനി നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു കോൾ ആണെന്നാണ്, ബിക്കോസ് അയാളുടെ സംസാരമൊക്കെ അത്ര ഡീസൻ്റ് ആയിരുന്നു. വളരെ നല്ല സ്റ്റാൻഡേർഡ്, ഞാൻ പറഞ്ഞില്ലേ, സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ, ദാറ്റ് ഇസ് ദ റൈറ്റ് വേർഡ്. അപ്പം വിജി പറഞ്ഞു, ഇല്ല, ഇത് പേഴ്സണൽ നമ്പർ അല്ല, ആൻഡ് പേഴ്സണൽ നമ്പർ വിത്തൗട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം, എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു. അപ്പം ആൾ പതുക്കെ
എനിക്കൊരു അല്ല അപ്പൊ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ. ഞാൻ ആര്യയുടെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുട്ട് ദ കോൾ ഓൺ സ്പീക്കേഴ്സ്. ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം സാധാരണ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും എൻ്റെ നമ്പർ. എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പോൾ തന്നെ ഷീ പുട്ട് ഇറ്റ് ഓൺ സ്പീക്കർ. അപ്പം എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ചിരിക്കുക ഇയാളിത് പറയുമ്പോൾ, ഓക്കെ ഫാനാണെന്നൊക്കെ പറയുമ്പോൾ. ദ നെക്സ്റ്റ് സെൻറ്റൻസ് വാസ് ദ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് വിജി പറഞ്ഞു, സർ കുഴപ്പമില്ല, എന്താണെങ്കിലും മെസ്സേജ് എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ ആര്യ അടുത്ത് പാസ് ചെയ്യാം, മാമിനോട് പാസ് ചെയ്യാം, എന്നിട്ട് വി വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് തിങ് he said was ആര്യയുടെ മോല. എന്താണ് ആര്യയുടെ മോല സൂപ്പറാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആവണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത്ര ഡീസൻ്റ് ആയിട്ട് അത്രയും ജെന്റിൽമാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ വായിൽ ഈ സാധനം വീണപ്പോൾ സത്യം പറയാലോ എനിക്ക് ചിരിയാവും. ഞങ്ങൾ എല്ലാവരും ചിരിക്കുക ചെയ്ത്. വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ്. വാട്ട് ഈസ് ദിസ്? ഒരു എന്താ പറയുക, വലിയ പ്രായമുള്ള ആളൊന്നും അല്ല കേട്ടോ. മസ്റ്റ് ബി ഇൻ ഹിസ് 30s ഓർ സംതിങ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇയാളുടെ ഒരു കോൺവെർസേഷൻ അങ്ങോട്ട് തുടങ്ങി. ഇതായിരുന്നു ഇയാളുടെ ഇനിഷ്യൽ സെൻറ്റൻസ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് പക്ഷേ എനിക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇയാളുടെ വായിന്ന് വീഴാൻ പോകുന്നത് ഇതാണെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ അങ്ങോട്ട് ഇയാളങ്ങ് തുടങ്ങി, എനിക്ക് ആര്യനെ കിട്ടുമോ, എനിക്ക് ആര്യനെ വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ആൻഡ് ഷീ വാസ് ഗിവിങ് നൈസ് ആൻഡ് വിറ്റി റെസ്പോൺസ്. വിജി നല്ല റെസ്പോൺസ് കൊടുക്കുക. പിന്നെ ഒരു 2 ഡയലോഗും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ നൗ ഐ ഷുഡ് സ്റ്റാർട്ട് റെക്കോർഡിങ് ദിസ് ഫോൺ കോൾ. അപ്പോൾ ജസ്റ്റ് നോർമൽ ഫോൺ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യാതെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വീഡിയോ റെക്കോർഡിംഗ്, ഞാൻ ചെയ്ത റെക്കോർഡിംഗ് ഇതിൻ്റെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ സംസാരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അയ്യോ എന്നാ വരാനുണ്ടായത് ബുദ്ധിമുട്ട്? അല്ല ഇപ്പൊ ട്രിവാൻഡ്രത്തില്ല, ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ്. ഓ ബുദ്ധിമുട്ടാവോ? ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണല്ലേ? വരുമ്പോ നോക്കാം നമുക്ക്. അഡ്രസ്സ് പറയാവോ? അല്ല അഡ്രസ്സ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം. അല്ല അഡ്രസ്സ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അഡ്രസ്സ് പറയൂ. യാ പറഞ്ഞോളൂ. ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? അല്ല അഡ്രസ് ആയിരുന്നു വേണ്ടത്. അതിപ്പോ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ ചേട്ടാ? ചേട്ടന്റെ അഡ്രസ് ഇതാ, ഞാൻ അവിടെ വന്ന് ബോംബിടാം. ആ ഇല്ല അഡ്രസ് താ. ഇത്രയും വാണം വിടാൻ അറിയാലോ, അഡ്രസ് തരാൻ അറിയില്ലേ? 00748944. അങ്ങ് പറ, ഞാൻ എഴുതി എടുത്തോളാം. പറ. 23 by B. ആ Nithi apartment. എന്ത് അപ്പാർട്ട്മെന്റ്? Nithi LIZY. ഓക്കെ. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് വാണം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ പൊള്ളി, ഞാൻ ഇംപ്രസ്ഡ് ആയിപ്പോയി. കണ്ടിന്യൂ പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ. അയ്യോ ഞാൻ ചോദിക്കാൻ മറന്നേ, വാണത്തിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്?
White what? Aria. White sauce. Aria. Ask him to call me daddy. കഴിഞ്ഞോ? വെച്ചോട്ടെ? ഇല്ല നിക്ക് ഇല്ല. അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ വേറൊരാൾക്ക് കൊടുക്കട്ടെ? ഇതിനെക്കാട്ടി സസ്കിയാണ്. വരാത്തൊക്കെ വരുത്തും. ചേട്ടാ ഞാനും പെണ്ണ തൊണ്ടടന്നിരിക്കട്ടാ. തൊണ്ടടന്നിരിക്ക. ഹലോ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഇപ്പൊ കണ്ടു കാണും. ഇതായിരുന്നു ആ ഫോൺ കോൾ. സോ ശരിക്കും പറഞ്ഞ എനിക്കിതൊരു കേസ് കൊടുക്കണമെന്നോ ഒരു താല്പര്യമില്ല, ഇപ്പോഴും ഇല്ല. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം. കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇതിന്റെ അപ്പുറം സംഭവിച്ചിട്ട് ഞങ്ങൾ കേസൊക്കെ കൊടുത്തിട്ട് ഒന്നും നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. അപ്പം ഈ ഇഷ്യൂ ഈ ഫോൺ കോൾ ആക്ച്വലി ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട് നിങ്ങൾക്കും അറിയാം, അനൂപിനെ അറിയാം. അവൻ ഭയങ്കര രോഷാകുലനാണ്. അവൻ മാത്രല്ല, നമ്മൾ ഓബിയസ്ലി നമ്മുടെ എല്ലാ ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും പിസ്ഡ് ഓഫ് ആണ്. ഇത് ഏതാണ് ഇവനെ പൊക്കണോലോ, അവൻ അത് ശരിയല്ലല്ലോ, ആ ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. എനിക്കും അതെ. പക്ഷെ വാട്ട് ഈസ് ദ യൂസ് എന്നുള്ളതാണ്. അപ്പം അതായത് ഇതൊരു കേസായിട്ട് അങ്ങനെ പോയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസസ് നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടേക്ക് എടുക്കാത്തത്. പക്ഷെ അവൻ എന്നോട് പോലും ചോദിക്കാണ്ട് അവൻ സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞ് അവിടുത്തെ ഓഫീസറിനോട് സംസാരിച്ച് അവസാനം എനിക്ക് മെയിൽ ID ഒക്കെ അയച്ചു തന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവൻ മെയിലൊക്കെ അയപ്പിച്ച്, സൈബറിലേക്ക് മെയിലൊക്കെ അയപ്പിച്ച്, അങ്ങനെ അതില്ലാതെ ആരാണെന്ന് അത് കണ്ടുപിടിക്കണം, അവൻ ഇങ്ങനെ ഇനി എത്ര പേരോട് ചെയ്യും എന്നറിയില്ല, അത് ശരിയായ ഒരു രീതിയല്ലല്ലോ. ശരിയാണ്, ആ പറയുന്നൊക്കെ പോയിന്റ് ആണ്. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞ ഇതുകൊണ്ട് സംഭവിക്കാൻ പോണെന്ന് എനിക്കിപ്പോ അറിയില്ല. ഇവനെ കണ്ടുപിടിക്കോ, ഇയാളെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇയാളെ ഫേസ് ടു ഫേസ് വന്നു കഴിഞ്ഞാൽ എന്റെ മുഖത്ത് നോക്കി ഇയാൾക്ക് ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടോ, ഇതൊക്കെ ആക്ച്വലി എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അത് നിങ്ങളെയും കൂടി ഞാൻ അറിയിക്കാം. ഐ വിൽ കീപ് യു പോസ്റ്റഡ്. എന്താണ് സംഭവിക്കുന്നത് ഈ കേസ്? ഇതിപ്പം കേസായി. ഇതിപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവൻ എന്നെ നിർബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാ അനൂപ്. അപ്പൊ എന്തായാലും അവന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇത് ചെയ്യണം കേട്ടോ. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഇതിലെങ്കിലും എന്തെങ്കിലും പറ്റുമോ, നമ്മുടെ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് എന്നാ പിന്നെ നമുക്ക് സ്റ്റേഷനിൽ പോവാം. ലെറ്റ്സ് ഡു ദിസ്. ലെറ്റ്സ് സീ ഹൗ ദിസ് തിങ് ഈസ് ഗോയിങ് ടു വർക്ക് കേട്ടോ. ഓക്കെ ഗൈസ്, സോ കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ വീഡിയോ. ഇവിടെ നോക്കണം. ഓക്കെ, അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി. ഏതാണ്ട് ഒരു 1-1.5-2 മണിക്കൂർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഓക്കെ, സോ വി വെന്റ് ടു തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ. അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ. അപ്പോൾ അവിടെ പോയി ആദ്യം ഞങ്ങൾ ACP സാറിനെ കണ്ടു. ഹി വാസ് എ വെരി വെരി നൈസ് പേഴ്സൺ. ആള് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, യു ഹാവ് ടു ഫയൽ എ കേസ് ഫയൽ ചെയ്യണം, സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃക്കാക്കര സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ മൊഴി കൊടുത്തു. വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊഴി കൊടുത്തു. അവര് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. ഓക്കെ, ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല ഇതുവരെയും. സോ വി ആർ വെയിറ്റിംഗ് നൗ. നമ്പർ ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഓഫീസർ എന്നോട് ഈ കോൾ വന്ന നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ സാറിന് അപ്പം തന്നെ കൊടുത്തു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു, ഇതൊരു ഇന്റർനെറ്റ് നമ്പറാണ്, ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ മൊബൈൽ നമ്പർ, ഇറ്റ്സ് ആൻ ഇന്റർനെറ്റ് കോൾ. ഡിവൈസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി ഇത് കാര്യമായിട്ട് എന്തോ അസുഖമുള്ള, ഇതൊരു തൊഴിലാണ്, ഇതെന്തോ അസുഖമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ.
ഇയാള് തന്നെ എത്രയോ, നമ്മളിപ്പോ ഈ ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴും നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴും ഇയാള് ചിലപ്പോ ഇപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചതുപോലെ എന്താ പറയാ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എനിവേസ്, അയാൾക്ക് അതിൽ നിന്ന് എന്ത് പ്ലഷറാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതൊരു മെന്റൽ ഡിസോർഡർ ആണ്. ആൻഡ് ദിസ് ഹാസ് ടു ബി ട്രീറ്റഡ്. അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എന്താ പറയുക കേസ് ഫയൽ ചെയ്യുന്നു. പിന്നെ എനിക്കൊരു ഞാൻ പറയില്ലേ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ആരാണാവോ ഇത് ചെയ്യണത് എന്നുള്ളത് അറിയാൻ. വാട്ട് ഇഫ് ഇറ്റ് ഇസ് സംവൺ ഹൂം വി നോ, യുനോ. അതുകൊണ്ടാ. എനിവേസ്, ഈ വ്ളോഗിൽ ഇത്രേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല. സോ എനിവേസ്, വി ഹാവ് ഫയൽഡ് എ കേസ്. ഇനിയുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് ഐ ഷാൽ അപ്ഡേറ്റ് യു. ലൈക്ക് നമുക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ ഐ വിൽ കീപ് ഓൺ അപ്ഡേറ്റിംഗ് യു ഗൈസ്. ഹോപ്പ്ഫുള്ളി വിൽ ഫൈൻഡ് ദിസ് ഗൈ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം അത്രേ ഉള്ളൂ. സീ യു അഗൈൻ വിത്ത് അനദർ വ്ളോഗ്. Yo, like, share and subscribe.